കേഡർ വോട്ടുകൾ ഇത് എന്തായാലും ബാധിക്കില്ല. കേഡർ വോട്ടുകൾ എന്ന് പറയുന്നത് അടിയുറച്ച വോട്ടുകളാണ്. ഇതിന് എന്ത് വന്നാലും ചിഹ്നത്തിനപ്പുറം ഒന്നിലേക്കും കുത്താൻ പറ്റാത്ത വോട്ടുകളാണ്. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ ഞാൻ ആദ്യം പറഞ്ഞ നിലയിൽ തന്നെ ഒരു സമീപനം സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു സ്വഭാവം കാണുന്നുണ്ടല്ലോ സുഹൈല, ഈ മതവുമായി ബന്ധപ്പെട്ട പോളറൈസേഷൻ, ആ നിലയിലുള്ള വോട്ട് ബാങ്കിന്റെ കണക്കുകൂട്ടലുകളൊക്കെ വലിയ നിലയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനം. SDPI ആയാലും ഈ സംഘടനകളോടൊക്കെ അതിന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ തന്നെ നിലപാടെടുക്കണം. ഓരോ ആശങ്കയും ഓരോ ആശയക്കുഴപ്പവും ജനങ്ങൾക്കിടയിലേക്ക് അല്പമെങ്കിലും ബാക്കി നിൽക്കാത്ത നിലയിൽ നിലപാടെടുക്കേണ്ട കക്ഷികളുമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയെടുക്കേണ്ട നിലപാടല്ല. അങ്ങനെയാണെങ്കിൽ അത് ദൂരവ്യാപകമായി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഈ SDPI ഞാൻ തിരികെ വന്ന ഒരു ഇടവേള അനിവാര്യമുണ്ടെന്ന് ഒറ്റ പോയിന്റ് വളരെ ചുരുങ്ങിയ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാലേ, പാലക്കാട് ആകെ 600, 700, 800 SDPI വോട്ടാണ്. അവിടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ ആളുടെ പേര് അവിടുത്തെ പാലക്കാട് MLA ആണ്. ജയിച്ചു. എത്ര വോട്ട് ജയിച്ചു? 18,000. അവിടെ ചരിത്ര പുരുഷത്തിൽ 18,000. അതായത് 18,000-ലധികം ചരിത്ര പുരുഷൻ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് 800 SDPI വോട്ട് കിട്ടിയെന്ന് ചോദിച്ചോട്ടെ. ആ രാഹുൽ മാങ്കൂട്ടത്തിന് SDPI MLA നേക്കേവാലം വിളിച്ചെങ്കിൽ നേമത്ത് ശിവൻകുട്ടി ജയിച്ചു വന്ന SDPI MLA വിളിക്കോ? SDPI MLA വിളിക്കോ? അല്ലല്ല, അതല്ല ചോദ്യം. എന്റെ ചോദ്യം അതല്ല. അവിടുന്ന് ജയിച്ചു. അല്ലല്ല, അവിടുന്ന് ജയിച്ചു. പറഞ്ഞു എന്നോട് പറഞ്ഞു. എന്റെ ചർച്ചയിലാ പറഞ്ഞു. എന്റെ ചർച്ചയിലാ പറഞ്ഞു. അതെനിക്ക് ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞു. പൊതുവെ പറഞ്ഞു വർഗീയ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ചർച്ചയിൽ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം വർഗീയ വോട്ട് എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം അങ്ങനെ 800 വോട്ട് വാങ്ങി 18,000 വോട്ട് ഭൂരിപക്ഷം ജയിച്ച രാഹുലിനെ SDPI MLA എന്ന് ഏക്കവാലം വിളിച്ചെങ്കിൽ നാളെ ശിവൻകുട്ടിയെ വിളിക്കേണ്ടി വരില്ല SDPI MLA എന്ന്? എന്തൊരു ഭീകരാവസ്ഥയാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.